Good morning, students. Physiology and ethology എന്നതാണ് നമ്മുടെ തേർഡ് സെമ്മിലെ കോംപ്ലിമെൻ്ററി പേപ്പറാണ്. ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനും രമ ടീച്ചറും പ്രശാന്ത് സാറും കൂടിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മുടെ LMS പേജ് നിങ്ങൾ കണ്ടു കാണും. ഇതിനകത്ത് നമ്മളിപ്പോൾ നോട്ട്സ് കുറച്ചായിട്ട് ഇടുന്നുണ്ട് ഓരോ മൊഡ്യൂളിലായിട്ട്. മൊഡ്യൂൾ 1 തുടങ്ങിയിട്ടില്ല. മൊഡ്യൂൾ 4 രമ ടീച്ചർ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് മൊഡ്യൂൾ 5 ഞാൻ ഇതുപോലെ നോട്ട്സും ലിങ്ക്സും ഇടുന്നുണ്ട്. വീക്ക്ലി 1 hour തിയറിയും 1 hour പ്രാക്ടിക്കലുമാണ് എനിക്കുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീക്ക്ലി ഇത് നോക്കുക. അതിനകത്ത് കഴിയുന്ന ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇവിടെ ഡിസ്കഷൻ ഫോറം ഉണ്ട്. ഓക്കെ, അവിടെയോ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഗ്ലോസറി ഓഫ് ടേംസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ടേംസിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ എഡിറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് ടേംസ് വെറുതെ റഫായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്കും ഒരു ആഡ് ആൻഡ് എൻട്രി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ്സ്, അതിൻ്റെ ഡെഫിനിഷൻ വിത്ത് ഫോട്ടോഗ്രാഫ് ഒക്കെ ആഡ് ചെയ്യാം. നിങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം ഞാനോ ടീച്ചറോ അത് എഡിറ്റ് ചെയ്ത് ഇതിനകത്ത് കൺഫേം ചെയ്ത് ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കാര്യം സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കുക. ഞാനിതൊരു അസൈൻമെൻ്റ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഓസ്മോ റെഗുലേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓസ്മോ റെഗുലേഷൻ്റെ ഇൻട്രൊഡക്ഷനാണ്. ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ, അതിൻ്റെ നോട്ട്സ്, ഇൻട്രൊഡക്ടറി നോട്ട്സ്, ഓസ്മോ റെഗുലേറ്റേഴ്സ് ആൻഡ് കൺഫേമേഴ്സ്, ഓസ്മോ റെഗുലേഷൻ ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസംസ്, എക്സ്ക്രീറ്ററി ടൈപ്സ്. അപ്പോൾ ഇത്രയും ടോപ്പിക് കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ചെറിയ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ഞാനിതിൽ കൂടുതലും റെഫറൻസ് യൂസ് ചെയ്തിട്ടുള്ള ഈ സ്ലൈഡ് അടക്കം യൂസ് ചെയ്തിട്ടുള്ളത് നീൽ ക്യാമ്പൽ ആൻഡ് ജെയിൻ റീസ്നിയുടെ ബയോളജി എന്നുള്ള ഇതിന് ബേസ് ചെയ്തിട്ടാണ് മിക്കവാറും ഇതിൻ്റെ സ്ലൈഡ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൽ നിന്ന് നേരിട്ടെടുത്ത് മോഡിഫൈ ചെയ്തിരിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 2 ടെർമിനോളജിയാണ് നമ്മളിവിടെ വളരെ ശ്രദ്ധയായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് ഓസ്മോ റെഗുലേഷൻ എന്താണെന്നും 2 വാട്ട് ഈസ് എക്സ്ക്രീഷൻ. ഓക്കെ, ഓസ്മോ റെഗുലേഷൻ പേര് തന്നെ ഉണ്ട്, ഓസ്മോ. ഇറ്റ് റെഗുലേറ്റ്സ് സംതിങ് റിലേറ്റഡ് വിത്ത് ഓസ്മോസിസ്. ഓക്കെ, ഓസ്മോസിസുമായി ബന്ധപ്പെട്ട് 2 സാധനങ്ങളുണ്ടാവുക. ഒന്ന് ഇസ് ദി സൊല്യൂട്ട് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദി സോൾവെൻറ്റ്. Now solute can be any salt while the solvent is usually water. Okay, now osmosis, diffusion, അതുപോലെ ഡയാലിസിസ് എന്നുള്ള ടെർമിനോളജി ഒക്കെ ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, സിമ്പിളായി പറഞ്ഞാൽ ഡിഫ്യൂഷൻ ഇസ് ദി മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ഓർ salt molecules from its higher concentration to lower concentration. ഏതാണോ ഹയർ കോൺസെൻട്രേഷൻ, സോൾട്ട് ആണ് ഹയർ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ salt will move from the higher concentration to the lower concentration. അങ്ങനെ diffusion എന്ന് പറയും. Now if this takes place across a semi-permeable membrane and if there is a movement of water, പ്രത്യേകം ശ്രദ്ധിക്കണം, diffusionly it can be water or solute, but in osmoregulation the movement of water across a semi-permeable membrane from a dilute solution to a concentrated solution. അതായത് വാട്ടർ എവിടെയാണ് കൂടുതൽ അവിടെ നിന്ന് വാട്ടർ കുറവുള്ള സൊല്യൂഷനിലോട്ട് മൂവ് ചെയ്യുന്ന അക്രോസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ് ഓസ്മോസിസ് എന്ന് പറയും. അപ്പോൾ ആ ഓസ്മോസിസിൻ്റെ റെഗുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിന് വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ഓസ്മോ റെഗുലേഷൻ. ഓർ ഇറ്റ് ഇസ് ദ റെഗുലേഷൻ ഓഫ് സോൾട്ട് കോൺസെൻട്രേഷൻസ് അക്രോസ് ദി മെംബ്രെയിൻ, അല്ലെങ്കിൽ സെൽസിൻ്റെ അല്ലെങ്കിൽ ഓർഗാനിസത്തിനകത്തുള്ള സോൾട്ട് കോൺസെൻട്രേഷൻ്റെ റെഗുലേഷനും ആൻഡ് ദ ബാലൻസ് ബിറ്റ്വീൻ ദി ഗെയിൻ ആൻഡ് ലോസ് ഓഫ് വാട്ടർ. എത്ര വാട്ടർ ഗെയിൻ ചെയ്യുന്നുണ്ടോ എത്ര വാട്ടർ ലൂസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ബാലൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോ റെഗുലേഷൻ. ഇറ്റ് ഈസ് എ ഫിസിയോളജിക്കൽ പ്രോസസ് ദാറ്റ് ആക്ച്വലി മെയിൻറ്റെയിൻസ് ദി ഫ്ലൂയിഡ് homeostasis in organisms. The relative concentration of water and solutes must be maintained in narrow limit. അപ്പോൾ ഓരോ ഓർഗാനിസം അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സോൾട്ട് അല്ലെങ്കിൽ വാട്ടറിനനുസരിച്ച് ദേ വിൽ ഹാവ് ടു അഡാപ്റ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഫ്രഷ് വാട്ടർ ആനിമൽസ് വിൽ ഹാവ് എ ലോട്ട് ഓഫ് വാട്ടർ അറൗണ്ട് ദം. ചുറ്റും ഒരുപാട് വെള്ളം ഉണ്ടാവും. ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവരുടെ ബോഡി വിൽ ട്രൈ ടു ടേക്ക് ഇൻ മോർ വാട്ടർ. ഓക്കെ, അങ്ങനെ കൂടുതൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് മോർ പ്രോബ്ലംസ് ടു ദി ഓർഗാനിസംസ്. നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഐസോട്ടോണിക്.
ഹൈപ്പോട്ടോണിക് ഈ 3 ടെർമിനോളജി ഒന്ന് റിഫ്രഷ് ചെയ്യണം. ഓക്കെ, ഈ ടെർമിനോളജി നിങ്ങൾ നേരത്തെ ബയോളജിയിലും പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ എവിടെയെങ്കിലും പഠിച്ചു കാണും. ഓക്കെ, സോ ബോഡി ഹാസ് ടു മെയിൻറ്റെയിൻ എൻ ഐസോട്ടോണിക് കണ്ടീഷൻ വിത്ത് ദി എൻവയൺമെൻറ്റ്. അല്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ എൻവയൺമെൻറ്റിൽ വെള്ളം കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് ബോഡിയിൽ വെള്ളം ലോസ് ആവാനോ അല്ലെങ്കിൽ ബോഡി എക്സസ് വെള്ളം എടുക്കാനോ ചാൻസ് ഉണ്ട്. രണ്ടാണെങ്കിലും ഇറ്റ് വിൽ ആക്ച്വലി കോസ് പ്രോബ്ലംസ് ഫോർ ദി ഫിസിയോളജിക്കൽ functioning of the organism. For example, freshwater animals show adaptations to reduce water intake. അവർ വെള്ളം അകത്തോട്ട് കയറാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ വെള്ളം എടുക്കുന്നതിനനുസരിച്ച് ദേ ട്രൈ ടു ഐദർ റിലീസ് എക്സസ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് യൂറിൻ. സോൾട്ട്സ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ സോൾട്ടും യൂറിനിൽ സോൾട്ട് കൂടുതൽ പോകാതെ കൂടുതൽ എക്സസ് യൂറിൻ കളയുകയും സോൾട്ട്സ് അവിടെ തന്നെ കൺസേർവ് ചെയ്യുന്ന രീതിയിലാണ് ഫ്രഷ് വാട്ടർ വർക്കിംഗ്. എന്നാൽ ഡെസേർട്ട് ആൻഡ് മറൈൻ ഇതിലാണെങ്കിൽ വെള്ളം തീരെ ഉണ്ടാവില്ല. അതായത് ഡെസേർട്ടിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, വെള്ളം ഉണ്ടാവില്ല തീരെ. ഓക്കെ, മറൈനിൽ ഇത് തന്നെ അവസ്ഥ. കാരണം മറൈനിൽ ദ സോൾട്ട് വാട്ടർ ആണ് ഇവർ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ദി ഫിഷ് ഓർ അതർ ഓർഗാനിസംസ് ഇൻ മറൈൻ, ഈ ഓഷ്യൻസിലോ സീലൊക്കെയുള്ള ഓർഗാനിസംസ് വിൽ ലൂസ് വാട്ടർ ഫ്രം ദിയർ ബോഡി ബിക്കോസ് ദി ആർ ഇൻ എ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ദേ വിൽ ആക്ച്വലി അണ്ടർഗോ ഷ്രിങ്ക്, ഉപ്പിലിട്ടതുപോലെ ആവും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ദേ ആക്ച്വലി ടേക്ക് ഇൻ മോർ വാട്ടർ. എവിടെ നിന്നൊക്കെ വെള്ളം കിട്ടുമോ, വെള്ളം എങ്ങനെയൊക്കെ കിട്ടുമോ അതൊക്കെ എക്സസ് ആയിട്ട് എടുക്കുകയും ട്രൈ ടു കൺസേർവ് മോർ വാട്ടർ ഇൻ ദർ ബോഡി ബിക്കോസ് ഇറ്റ് വിൽ ഡിപ്ലീറ്റ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ദേ എക്സ്ക്രീറ്റ് മോർ സോൾട്ട് ഫ്രം ദർ ബോഡി ആൻഡ് റീറ്റെയിൻ മാക്സിമം വാട്ടർ ഇൻ ദ ബോഡി. നൗ ഓസ്മോറെഗുലേഷനുമായി ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എക്സ്ക്രീഷൻ. ദ റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രോഡക്ട്സ്, മെയിൻലി നൈട്രജൻസ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെ റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എക്സ്ക്രീഷൻ. അപ്പോൾ രണ്ട് ടെർമിനോളജി. ഒന്ന് ഓസ്മോറെഗുലേഷൻ, ദറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദി റെഗുലേഷൻ ഓഫ് വാട്ടർ ഇൻടേക്ക് ആൻഡ് അപ്ടേക്ക് ആൻഡ് മെയിൻറ്റെയിനിങ് എ ബാലൻസ് ബിറ്റ്വീൻ the salt of the organism's body and the environment, while excretion is the process of removing the unwanted or waste products from the body. Already metabolism നടന്നതിന് ശേഷം ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എക്സ്ക്രീഷൻ. Osmoregulation balances the uptake and loss of water and solids. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും ബാലൻസിനെ ആണ് ചുരുക്കത്തിൽ എന്ത് വിളിക്കുന്നത്, osmoregulation എന്ന് വിളിക്കുന്നത്. And this largely depends on the movement of solids between the internal fluids, അതായത് ബ്ലഡ് ആയിരിക്കാം, and the external environment. അത് എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ്, ഇപ്പോൾ ഫ്രഷ് വാട്ടർ ആണെങ്കിൽ ഫ്രഷ് വാട്ടർ ഫിഷസ് ആണെങ്കിൽ അവർക്ക് ഫ്രഷ് വാട്ടർ ചുറ്റുണ്ടാവും. മറൈൻ വാട്ടർ ഓർഗാനിസംസ് ആണെങ്കിൽ മറൈൻ വാട്ടർ ചുറ്റുണ്ടാവും. ടെറസ്ട്രിയൽ ഓർഗാനിസംസ് ആണെങ്കിൽ എയർ ഉണ്ടാവും, എയറിൽ മോയ്സ്ചർ ഉണ്ടാവും. അപ്പോൾ അത് തമ്മിലുള്ള ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. Plus it has to maintain a balance of the salt concentration. Cells require a balance between osmotic gain and loss of water. Okay, now ഈ ഒരു പ്രോസസ്, ഈ ഓസ്മോട്ടിക് ഗെയിൻ ആൻഡ് ലോസ്, ഓസ്മോട്ടിക് എന്ന ടേം കേട്ട് പേടിക്കുന്നു വേണ്ട. ഓസ്മോട്ടിക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓസ്മോസിസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ടെർമിനോളജിയും നമ്മൾ ഓസ്മോ എന്നാണ് വിളിക്കുക. ഫോർ എക്സാമ്പിൾ മൊളാരിറ്റി റിലേറ്റഡ് ടു ഓസ്മോസിസ് ആണെങ്കിൽ ഓസ്മോളാരിറ്റി എന്ന് വിളിക്കും. മൊളാരിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം വിചാരിക്കുന്ന, കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ കോൺസെൻട്രേഷൻ പറയുന്ന ഒരു ടെർമിനോളജി മാത്രമാണ്. ഓക്കെ, വാട്ടർ അപ്ടേക്ക് ആൻഡ് ലോസ് ആർ ബാലൻസ്ഡ് ബൈ വേരിയസ് മെക്കാനിസംസ് ഓഫ് ഓസ്മോറെഗുലേഷൻ ഇൻ ഡിഫറെൻറ്റ് എൻവയൺമെൻറ്റ്. അപ്പോൾ അതാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. ഓരോ എൻവയൺമെൻറ്റിലും ഡിഫറെൻറ്റ് മെക്കാനിസംസ് ആണ് ഈ പറഞ്ഞ വാട്ടർ ബാലൻസിൽ യൂസ് ചെയ്യുന്നത്. സെൽസ് റിക്വയർ എ ബാലൻസ് ബിറ്റ്വീൻ ഓസ്മോട്ടിക് ഗെയിൻ ആൻഡ് ലോസ് ഓഫ് വാട്ടർ. നേരത്തെ പറഞ്ഞു തന്നെ ഓസ്മോളാരിറ്റി, അതാണ് പുതുതായിട്ട് വരുന്നൊരു ടെർമിനോളജി. ദ സോൾട്ട് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ that determines the movement of water across a semi-permeable membrane. Molarity തന്നെയാണ്, but this molarity actually is the concentration of a solution across a semi-permeable membrane. അതിന് വിളിക്കുന്ന പേരാണ് osmolarity. Now molarity നിങ്ങൾക്ക് അറിയാം, it is the number of moles per liter of a solution. Osmolarity അത് തന്നെയാണ്. ഓസ്മോസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന നമ്പർ ഓഫ് മോൾസ് of the solvent that is a part of the osmosis, അത് മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് ഓസ്മോളാരിറ്റി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത്ര വ്യത്യാസമുള്ളൂ. ദ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ ദറ്റ് ഡിറ്റർമൈൻസ് ദി മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ അക്രോസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ മൊളാരിറ്റിയിൽ എല്ലാ സോൾട്സും, അതായത് ഇപ്പോൾ ഒരു സൊല്യൂഷനുള്ള എല്ലാ സോൾട്സും അത് എത്രയാണോ അതാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ വരുന്നത്. എന്നാൽ ഓസ്മോളാരിറ്റിയിൽ ഇറ്റ് ഓൺലി ടേക്ക് ഇൻസ് ടു അക്കൗണ്ട് ദി ഓസ്മോസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൊല്യൂട്ടോ അല്ലെങ്കിൽ സോൾവെൻറ്റിൻ്റെയോ കോൺസെൻട്രേഷൻ മാത്രം എടുക്കുന്ന ടെർമിനോളജിയാണ് ഓസ്മോളാരിറ്റി എന്ന് പറയുന്ന സാധനം. ഓക്കെ,
Now, if two solutions are isoosmotic, the movement of water is equal in both sides. Now, osmolarity എന്ന് പറയുമ്പോൾ there will be a semi-permeable membrane across this movement. ഈ osmosis നടക്കുന്ന സമയത്ത് there will be a barrier, that is the semi-permeable membrane or selectively permeable membrane. Semi-permeable സെലക്റ്റീവും ഏകദേശം സെയിം ആണ്. Semi-permeable വളരെ നേരത്തെ ഡിഫൈൻ ചെയ്ത പോലെ ഇറ്റ്സ് പെർമിയബിൾ ഈസ് ഹാഫ് പെർമിയബിൾ അല്ലെങ്കിൽ ഇറ്റ്സ് പെർമിയബിൾ ടു സം സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി കറക്റ്റ് ആയത്. ചില സോൾട്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടി സെലക്റ്റീവ്ലി പെർമിയബിൾ ആയിട്ടുള്ള മെംബ്രെയിനിന് ഉണ്ടാവും. ദേ വിൽ ഹാവ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഴ്സ് ഒക്കെ അവിടെ കാണാൻ പറ്റും. ഓക്കെ, അത്ര വ്യത്യാസമുള്ളൂ. സോ ഐസോഓസ്മോട്ടിക് ആണ് if both the water intake and water out is same. Okay, if these two solutions differ in osmolality, the net flow of water is from hypoosmotic to hyperosmotic. ഈ രണ്ട് സൊല്യൂഷനുകൾ തമ്മിൽ, അതായത് across a plasma membrane, across a semi permeable membrane or selectively permeable membrane across ആയിട്ട് if the osmolarity is different, then usually water flows from hypoosmotic, അതായത് dilute solution, to hyperosmotic solution. ഡൈലൂട്ട് സൊല്യൂഷനിൽ നിന്ന് കോൺസെൻട്രേറ്റഡ് ആയിട്ട് സൊല്യൂഷനിലോട്ടാണ് വാട്ടർ മൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡൈലൂട്ട് സൊല്യൂഷന് നമ്മൾ ഹൈപ്പോസ്മോട്ടിക് സൊല്യൂഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഹൈപ്പോസ്മോട്ടിക് സൈഡ് സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ, നൗ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓർഗാനിസംസ് ആർ ആക്ച്വലി ക്ലാസിഫൈഡ് ഇൻ ടു ടു, broadly classified into two. Okay, ഇതിൻ്റെ ഇടയിൽ വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. There are two types of organisms, osmoconformers and osmoregulators. Osmoconformers are organisms that consist of mostly marine organisms that are isoosmotic with their surrounding and do not regulate their osmolarity. Environmental എന്താണോ osmolarity, അത് തന്നെ ഓർഗാനിസത്തിൻ്റെ ഓസ്മോലാരിറ്റി ആവുന്ന ഒരു കണ്ടീഷൻ. അതായത് എൻവയറമെൻ്റൽ സോൾട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓർഗാനിസം വിൽ ട്രൈ ടു കീപ് മെയിൻറ്റെയിൻ ഇറ്റ്സ് ബോഡി സോൾട്ട് കോൺസെൻട്രേഷൻ ഓൾസോ ആസ് ഹൈപ്പർട്ടോണിക്, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ എൻവയറമെൻ്റൽ എന്താണോ അത് അതുപോലെ വരുന്നത്. ഇത് ഇറ്റ്സ് സിമിലർ ടു പോയിക്ലോതേംസ് ആൻഡ് ഹോമിയോതേംസ് എന്നുള്ള ടെർമിനോളജിക്ക് തുല്യമാണ്. അപ്പോൾ ഇവിടെ പോയിക്ലോതേംസിന് തുല്യമായിട്ടാണ് ഇവർ ദേ ഡു നോട്ട് ആക്ച്വലി മെയിൻറ്റെയിൻ ചെയ്യില്ല അവരുടെ ഓസ്മോലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യില്ല. എന്താണോ എൻവയറമെൻറ്റ് അതിനനുസരിച്ച് സറൗണ്ടിങ് അനുസരിച്ച് മാറുന്ന ദേ കൺഫേം ദെയർ ഓസ്മോലാരിറ്റി ടു ദി എൻവയറമെൻറ്റ്. അങ്ങനത്തെ ഓർഗാനിസത്തിന് വിളിക്കുന്ന പേരാണ് ഓസ്മോ കൺഫേമേഴ്സ്. എന്നാൽ ഓസ്മോ റെഗുലേറ്റേഴ്സ് നമ്മൾ ഹോമിയോതേംസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഉള്ള ഒരു ടെർമിനോളജി. ഹോമിയോതേംസ് അറിയാം അല്ലേ, ടെമ്പറേച്ചർ എന്താണോ എൻവയറമെൻറ്റിൽ എന്ത് ടെമ്പറേച്ചർ ആയിക്കോട്ടെ ദേ വിൽ മെയിൻറ്റെയിൻ ദെയർ body temperature, expend energy to control uptake and loss of hyperosmotic or hypoosmotic environment. These organisms actually utilize energy, ATP utilize ചെയ്ത് they will try to maintain their osmolarity. Hyperosmotic ആണോ hypoosmotic ആണോ environment അനുസരിച്ച് they will try to maintain their osmolarity. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഓസ്മോറെഗുലേറ്റേഴ്സ് ഉള്ളത്. ഓക്കെ, so osmoconformers and osmoregulators. Osmoconformers are isoosmotic to the external environment എന്താണോ അതുപോലെ തന്നെ അവരുടെ ബോഡിയും അതിനെ അനുസരിച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്യും. ഡു നോട്ട് റെഗുലേറ്റ് ദിയർ ഓസ്മോലാരിറ്റി. അപ്പോൾ എൻവയറമെൻറ്റ് മാറുന്നതനുസരിച്ച് തിരിച്ച് അവരുടെ ഓസ്മോലാരിറ്റി തിരിച്ച് വരുന്ന രീതിയിൽ അവർ റെഗുലേറ്റ് ചെയ്യില്ല. എന്താണോ അത് വരുന്നത്. മിക്കവാറും മറൈൻ ഓർഗാനിസംസ് എല്ലാം ഈ കാറ്റഗറിയിൽ വരുന്നത്. Osmoregulators are either hypoosmotic അല്ലെങ്കിൽ hyperosmotic to the external. അവരുടെ ബോഡി is not the same as the environment. It will be either hypo, അല്ലെങ്കിൽ എൻവയറമെൻറ്റിനേക്കാളും ഡൈലൂട്ട് ആയിരിക്കും അവരുടെ ബോഡിനകത്തുള്ളത്. ഫോർ എക്സാമ്പിൾ മറൈൻ ഫിഷസിലൊക്കെ ചില ഫിഷസ് എല്ലാം വരുന്നത് ദേ ആർ അവരുടെ ബോഡിക്കകത്ത് വെള്ളം കൂടുതലും പുറത്ത് വെള്ളം കുറവായിരിക്കും. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ജസ്റ്റ് ട്രൈ ടു ലുക്ക് അപ്പ് ഓഷ്യൻ്റെ സോൾട്ട് കോൺസെൻട്രേഷൻ എത്രയാണ്, എത്ര പെർസെൻറ്റേജ് ഓഫ് സോൾട്ട്, സോഡിയം ക്ലോറൈഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതെല്ലാം എത്ര ഉണ്ടെന്ന് നോക്കി വെക്കുക. ഓക്കെ, ഫോർ ഇൻഫർമേഷൻ. Then they regulate their osmolarity using energy. അപ്പോൾ ഈ ഓസ്മോലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഹൈപ്പോസ്മോട്ടിക് അല്ലെങ്കിൽ ഹൈപ്പറോസ്മോട്ടിക് ആയിട്ടുള്ള കണ്ടീഷൻ അവർ മെയിൻറ്റെയിൻ ചെയ്യും. ഹൈപ്പറോസ്മോട്ടിക്കിന് എക്സാമ്പിൾ ഫ്രഷ് വാട്ടർ ആണ്. ഫ്രഷ് വാട്ടർ ഫിഷസിൽ ബോഡിക്കകത്ത് സോൾട്ട് കൂടുതലും അവർ ജീവിക്കുന്ന റിവറിലോ അല്ലെങ്കിൽ പോണ്ടിലോ സോൾട്ട് കുറവായിരിക്കും. അപ്പോൾ ദേ ട്രൈ ടു മെയിൻറ്റെയിൻ ദി സോൾട്ട് കോൺസെൻട്രേഷൻ ഇൻസൈഡ് ദ ബോഡി ബൈ റിമൂവിങ് എക്സസ് വാട്ടർ. ഓക്കെ, ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആണ് വരുന്നത്. പിന്നെ സം മറൈൻ ഓർഗാനിസംസ് ആണ് ഓസ്മോറെഗുലേറ്റേഴ്സിൽ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ക്ലോസ് ആയിട്ടുള്ള ഒരു ടെർമിനോളജിയാണ് സ്റ്റീനോഹാലിൻ ആൻഡ് യൂറിഹാലിൻ.
Steno and Uri. Steno usually refers to organisms with having narrow tolerance, and Uri usually refers to organisms with a wide range of tolerance. Okay, stenohylin. They cannot tolerate substantial change in external osmolarity. വൈഡ് ചേഞ്ച് എൻവയറമെൻറ്റിൽ വരുന്ന ചേഞ്ചസ് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേരാണ് സ്റ്റീനോഹൈലിൻ. ഫോർ എക്സാമ്പിൾ ഗോൾഡ് ഫിഷസ്. നമ്മൾ അക്വേറിയൊക്കെ വളർത്തുന്ന സമയത്ത് അറിയാൻ പറ്റും, വെള്ളത്തിൽ വല്ലാണ്ട് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഗോൾഡ് ഫിഷ് ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ദി ആർ സ്റ്റീനോഹൈലിൻ, ദി ഹാവ് നാരോ ടോളറൻസ്. അവർക്ക് വല്ലാണ്ട് ചേഞ്ച് ഈ പറഞ്ഞ ഓസ്മോലാരിറ്റി, അതായത് സോൾട്ട് കോൺസെൻട്രേഷൻ ഓർ വാട്ടറിൻ്റെ ഡിഫറൻസ് കനോട്ട് ബി ടോളറേറ്റഡ് ബൈ ദീസ് ഓർഗാനിസംസ്. ഓക്കെ, യൂറിഹാലിൻ ആനിമൽസ് ദാറ്റ് ക്യാൻ സർവൈവ് ലാർജ് ഫ്ലക്ച്വേഷൻസ് ഇൻ എക്സ്റ്റേണൽ osmolarity. ഫോർ എക്സാമ്പിൾ സാൽമൺ ഫിഷ്. സാൽമൺ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രേറ്ററി ആയിട്ടുള്ള ഫിഷാണ്. നമ്മൾ കിളിമീൻ പോലത്തെ ഫിഷാണ് ഈ പറഞ്ഞ സാൽമൺ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ കാണുന്ന ഫിഷ് അല്ല. ഓക്കെ, എനിവേ ദിസ് സാൽമൺ ആക്ച്വലി ഗോസ് ഫ്രം ഫ്രഷ് വാട്ടർ ടു സോൾട്ടി വാട്ടേഴ്സ് ആൻഡ് റിട്ടേൺസ്. ഇത് മൈഗ്രേറ്ററി ആണ് ഈ പറഞ്ഞ ഫിഷസ് സാൽമൺ. സോ ദി ആർ ഹൈലി ടോളറേറ്റ്, യൂറിഹാലിൻ ആണ്, ടു ഫ്ലക്ച്വേഷൻസ്. അപ്പോൾ ഫ്രഷ് വാട്ടറിൽ നിന്ന് സോൾട്ട് വാട്ടറിലോട്ട് മൈഗ്രേറ്റ് ചെയ്യും, തിരിച്ച് സീസൺ ആകുന്ന സമയത്ത് ഈ പറഞ്ഞ തിരിച്ച് ഫ്രഷ് വാട്ടറിലോട്ട് റിട്ടേൺ ചെയ്യും സോൾട്ട് വാട്ടറിൽ നിന്ന്. അപ്പോൾ അത്രയും ടോളറൻസ് ഉള്ള എക്സാമ്പിളാണ് ഈ പറഞ്ഞ യൂറിഹാലിൻ ഫിഷസ് എന്ന് പറഞ്ഞത് സാൽമൺ. ഓക്കെ, 2 ടൈപ്പ് സാൽമൺ ഉണ്ട്. തിരിച്ച് സോൾട്ട് വാട്ടറിൽ നിന്ന് ഫ്രഷ് വാട്ടറിലോട്ടും ഫ്രഷ് വാട്ടറിൽ നിന്ന് സോൾട്ട് വാട്ടറിൽ പോകുന്ന രീതിയിലുള്ള മൈഗ്രേഷനിൽ കാണിക്കുന്ന, ഓപ്പോസിറ്റ് മൈഗ്രേറ്ററി കാണിക്കുന്ന സാൽമൺസും ഉണ്ട്. എനിവേ ദേ ആർ യൂറിഹാലിൻ. മോസ്റ്റ് ആനിമൽസ് ആർ സെറ്റ് ടു ബി സ്റ്റീനോഹൈലിൻ. മിക്കവാറും ആനിമൽസ് എല്ലാം നാരോ ടോളറൻസ് ഉള്ള സ്റ്റീനോഹൈലിൻസ് ആണ് ആൻഡ് കനോട്ട് ടോളറേറ്റ് സബ്സ്റ്റാൻഷ്യൽ ചേഞ്ചസ് ഇൻ എക്സ്റ്റേണൽ ഓസ്മോലാരിറ്റി. യൂറിഹാലിൻ ആനിമൽസ് ക്യാൻ സർവൈവ് ലാർജ് ഫ്ലക്ച്വേഷൻസ് ഇൻ ഓസ്മോലാരിറ്റി. ഓക്കെ, ഇനി മറൈൻ ആനിമൽസ് നോക്കുകയാണെങ്കിൽ, മറൈൻ ആനിമൽസ് ആർ യൂഷ്വലി ഓസ്മോ കൺഫേമേഴ്സ്. മോസ്റ്റ് ഓഫ് ദി മറൈൻ ഇൻവേർട്ടിബ്രേറ്റ്സ് മിക്കവാറും എന്താണോ എക്സ്റ്റേണൽ എൻവയറമെൻറ്റ് അതിനനുസരിച്ച് അവരുടെ ബോഡിയും ഐസോട്ടോണിക് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഐസോസ്മോട്ടിക് ആവുന്ന രീതിയിലാണ് വരുന്നത്. മോസ്റ്റ് മറൈൻ വെർട്ടിബ്രേറ്റ്സ് ആൻഡ് സം ഇൻവെർട്ടിബ്രേറ്റ്സ് ആർ ഓസ്മോ റെഗുലേറ്റേഴ്സ്. മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ് എല്ലാം ഓസ്മോ കൺഫേമേഴ്സ് ആണ്. എന്നാൽ മറൈൻ വെർട്ടിബ്രേറ്റ്സ്, ഓക്കെ, ഫിഷസ് എല്ലാം വരുന്നതാണ് വെർട്ടിബ്രേറ്റ്സ്. ഇൻവെർട്ടിബ്രേറ്റ്സ് എല്ലാം നിങ്ങൾ ഇൻവെർട്ടിബ്രേറ്റ, നോൺ കോഡേറ്റ, കോഡേറ്റ എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഏകദേശം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. But some invertebrates are osmoregulated. Most of the invertebrates are conformers. Most of the vertebrates are osmoregulators. Marine bony fishes are hypoosmotic to seawater. ബോണി ഫിഷസിൽ നോക്കുകയാണെങ്കിൽ, അയില, മത്തിയൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ ബോഡിക്കകത്ത് they have lesser salt than the sea water, or കടലിനേക്കാളും ഉപ്പ് കുറവായിരിക്കും. So they have a tendency to lose water from their body by osmosis and gain more salt ബൈ ഡിഫ്യൂഷൻ ആൻഡ് ഫുഡ്. അപ്പോൾ അവർ കുടിക്കുന്ന വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ അവർക്ക് കൂടുതൽ സോൾട്ട് കിട്ടും, കൂടുതൽ ബോഡി വാട്ടർ ലോസും ആവാനുള്ള ആണ് അവർക്കുള്ളത്. അപ്പോൾ ദേ ട്രൈ ടു ബാലൻസ് ദിസ് ബൈ ടേക്കിംഗ് ബൈ ലൂസിങ് ദി ബാലൻസ് വാട്ടർ ലോസ് ബൈ ഡ്രിങ്കിങ് സീ വാട്ടർ ആൻഡ് എക്സ്ക്രീറ്റിംഗ് സോൾട്ട്. അപ്പോൾ കൂടുതൽ സീ വാട്ടർ, ദേ ഡ്രിങ്ക് മോർ വാട്ടർ അക്കോർഡിംഗ് വിത്ത് ദെയർ ഫുഡ്. അപ്പോൾ സോൾട്ട് കൂടുതൽ അവർ ബോഡിയിലേക്ക് വരും ആൻഡ് ഓട്ടോമാറ്റിക്കലി ദേ excrete more salt and retain more water. അപ്പോൾ കോൺസെൻട്രേറ്റഡ് യൂറിനാണ് അവർ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഡയഗ്രമാറ്റിക്കലി ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാണ്. അപ്പോൾ അവരുടെ ബോഡിയിലോട്ട് കൂടുതൽ സോൾട്ട് അയൺസ് വെള്ളത്തിലൂടെയും കയറും ആൻഡ് ഫുഡിലൂടെയും കയറും. അപ്പോൾ ആ കയറുന്ന സോൾട്ട് ഓസ്മോട്ടിക്കലി അതുപോലെ ബോഡി സർഫേസിൽ നിന്നും ഇതുപോലെ ഇതിനകത്തോട്ട് ഈ പറഞ്ഞ പോലെ സോൾട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സോ ദേ ടേക്ക് മാക്സിമം വാട്ടർ, ഓക്കെ, വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ദേ റിമൂവ് ദി സോൾട്ട് ത്രൂ ദെയർ ഗിൽസ് ആൻഡ് ബോഡി പാർട്സിലൂടെ റിമൂവ് ചെയ്യും. അതുപോലെ യൂറിൻ, വളരെ ഹൈപ്പർട്ടോണിക് ആയിട്ടുള്ള, വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ വിത്ത് ലെസ് എമൗണ്ട് ഓഫ് വാട്ടറിലൂടെ ദേ റെഗുലേറ്റ് ദെയർ വാട്ടർ. ഓക്കെ, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഫ്രഷ് വാട്ടർ ഫിഷസ്. ഫ്രഷ് വാട്ടർ ആനിമൽസ് കോൺസ്റ്റൻ്റ്ലി ടേക്ക് ഇൻ വാട്ടർ ബൈ ഓസ്മോസിസ്. അപ്പോൾ അവർ ജീവിക്കുന്ന വെള്ളത്തിൽ, ഫ്രഷ് വാട്ടർ ഫിഷസിൽ ദേ ഹാവ് മോർ സോൾട്ട് ഇൻ ദെയർ ബോഡി. മീനിനകത്തൊക്കെ ഇപ്പോൾ സാധാരണ കാണുന്ന ഫ്രഷ് വാട്ടർ മത്സ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബോഡിക്കകത്ത്, മത്സ്യങ്ങളോ അല്ലെങ്കിൽ ഓർഗാനിസങ്ങളോ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബോഡിക്കകത്ത് ദേ വിൽ ഹാവ് മോർ സോൾട്ട് ഇൻ ദെയർ ബോഡി ആൻഡ് ലെസ് സോൾട്ട് ഇൻ ദി ഫ്രഷ് വാട്ടർ. അവരുടെ പോണ്ടിനോ അല്ലെങ്കിൽ റിവറിലോ ഇത് സോൾട്ട് കുറവായിരിക്കും. So water is going to come into their body more often. Okay, വെള്ളം അകത്തോട്ട് കയറാനുള്ള ചാൻസ് ആണ് ബൈ ഓസ്മോസിസ്, ആൻഡ്
from their hypoosmotic environment. So they will try to lose salt by diffusion. So വെള്ളം അകത്തോട്ട് കയറാനും they will lose salt. salt lose ചെയ്യാനുള്ള ചാൻസ് ആണ് ഇവിടെ ഉള്ളത്. So to maintain that water balance, they excrete large amount of dilute urine. ഒരുപാട് വെള്ളം അകത്തോട്ട് ഒരുപാട് കയറുന്നതുകൊണ്ട് തന്നെ അത് ഒരുപാട് തന്നെ എക്സസ് ആയിട്ട് റിമൂവ് ചെയ്യും. സോൾട്ട് ഒരുപാട് എക്സസ് ലോസ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഒരു സോൾട്ട് അതിനകത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് they take in water and then excrete large amount of dilute urine ചെയ്യാണ്. Salt loss by diffusion are replaced in food and uptake through gills. നേരത്തെ മറൈനിൽ ഗിൽസ് സോൾട്ട് എക്സ്ക്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഗിൽസ് ആക്ച്വലി ട്രൈ ടു അബ്സോർബ് മോർ salt. അപ്പോൾ ഇതാണ് പിക്ചറിൽ ടേക്ക് ചെയ്യുന്നത്. ദേ ടേക്ക് വാട്ടർ ആൻഡ് സം അയോൺസ് ഇൻ ഫുഡ്. സോൾട്ടും ഇതെല്ലാം വാട്ടറും ഇതുപോലെ ഫുഡിലൂടെ വരുന്നുണ്ട്. ദെൻ ഗിൽസ് ഓൾസോ അപ്ടേക്ക് സോൾട്ട്. ദെൻ ഓസ്മോസിസ് വഴി വാട്ടർ വീണ്ടും ഗിൽസിലോട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വാട്ടറും എൻട്രി എക്സസ് ആണ് ഇതിനകത്ത്. അപ്പോൾ ദാറ്റ് വിൽ ബി റിമൂവ്ഡ് ബൈ ആസ് ഡൈല്യൂട്ട് യൂറിൻ. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ് ഉള്ളത്. മറൈൻ ഫിഷസ് അല്ലെങ്കിൽ മറൈൻ ഓർഗാനിസംസ് ആണെങ്കിൽ ദേ ടേക്ക് ഇൻ വാട്ടർ ആൻഡ് സോൾട്ട്സ്. ദേ റിമൂവ് എക്സസ് സോൾട്ട് ത്രൂ ഗിൽസ് ആൻഡ് ഹൈപ്പറോസ്മോട്ടിക് ആയിട്ടുള്ള യൂറിൻ അല്ലെങ്കിൽ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ എക്സസ് സോൾട്ട് റിമൂവ് ചെയ്യും. എന്നാൽ ഫ്രഷ് വാട്ടർ ആണെങ്കിൽ അഗെയിൻ ദേ ടേക്ക് അപ്പ് എക്സസ് വാട്ടർ. അതുപോലെ ഡിഫ്യൂഷൻ വഴിയും ഗിൽസ് വഴിയൊക്കെ വാട്ടർ ഇതിനകത്തോട്ട് കയറും. സോൾട്ട് പുറത്തോട്ട് പോകാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് ദേ അപ്ടേക്ക് മോർ സോൾട്ട് ത്രൂ ഗിൽസ്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദേ റിമൂവ് എക്സസ് വാട്ടർ വിത്ത് ഡൈല്യൂട്ട് യൂറിൻ. ഹൈപ്പോട്ടോണിക് ആയിട്ടുള്ള ഹൈപ്പറോസ്മോട്ടിക് ആയിട്ടുള്ള യൂറിൻ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സസ് വാട്ടർ റിമൂവ് ചെയ്യുക, അങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ചില ഓർഗാനിസംസ് they can actually survive the deficiency of water. ബോഡി ലോസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് they actually undergo a life without water. എക്സ്ട്രീം ക്ലൈമറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഫെനോമിനനാണ് എൻഹൈഡ്രോബയോസിസ്. ചില സമയത്ത് ഈ പോണ്ടുകൾ, ഈ പറഞ്ഞ പോലെ പോണ്ട്സ് അല്ലെങ്കിൽ കുളങ്ങൾ അല്ലെങ്കിൽ റിവേഴ്സ് എല്ലാം വറ്റിപ്പോവും. ആ സമയത്ത് ചില ഓർഗാനിസംസ് ആക്ച്വലി അണ്ടർഗോ എ ഡോർമൻസി പീരിയഡ്. നമ്മൾ ഹൈബർനേഷൻ, ഈസ്റ്റിവേഷൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെയും ദേ അണ്ടർഗോ എ ഡോർമൻറ്റ് സ്റ്റേറ്റ്, ആൻഡ് ദാറ്റ് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് life without water or enhydrobiosis. Okay, some aquatic organisms in temporary pond lose almost all their water, body water, and survive in dormant state. This adaptation is called enhydrobiosis. അപ്പോൾ വെള്ളം കിട്ടുന്നവരെ they actually remove the whole water, നമ്മളെ സ്പോർസ് ഒക്കെ പോലെ തന്നെ. then they just get ഡീഹൈഡ്രേറ്റ് ചെയ്ത് വെള്ളമൊന്നും ഇല്ലാതെ ചുരുങ്ങി ഒരു ഡോർമൻറ്റ് സ്റ്റേറ്റിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്റ്റേറ്റിലുണ്ടാവും, പക്ഷേ ലൈഫ് ഉണ്ടാവും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. എപ്പോഴാണ് വെള്ളം വരുന്നത് ആ സമയത്ത് ദേ ഗെറ്റ് ഡീഹൈഡ്രേറ്റഡ്. അതിനൊരു എക്സാമ്പിളാണ് ഈ പറഞ്ഞ ടാർട്ടിഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ ഒരു എന്താ പറയുക അനലിഡാണ്, ആർത്രോപോഡ്. ഈ പറഞ്ഞ ടാർട്ടിഗ്രേഡ് എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. സോ വെള്ളമില്ലാത്ത സമയത്ത് ദേ ആക്ച്വലി റിമൂവ് ദ ഹോൾ വാട്ടർ ഫ്രം ദെയർ ബോഡി ആൻഡ് റിമെയിൻ ഇൻ എ ഡോർമൻറ്റ് സ്റ്റേറ്റ്. വെള്ളമുള്ള സമയത്ത് ദേ ഗെറ്റ് ഹൈഡ്രേറ്റഡ്. ഓക്കെ, ടാർട്ടിഗ്രേഡ് ഒരു എക്സാമ്പിളാണ് ഈ പറഞ്ഞത്. ഇത് ഈ ഫിനോമിനൻ വിളിക്കുന്ന പേരാണ് എൻഹൈഡ്രോബയോസിസ്. ലാൻഡ് ആനിമൽസ് ആണെങ്കിൽ ലാൻഡ് ആനിമൽസ് മാനേജ് their water budgets by drinking and eating moist food and using metabolic water. ലാൻഡ് ആനിമൽസ് ആണെങ്കിൽ അവർക്ക് ഈ ഓസ്മോസിൻ്റെ പ്രശ്നമില്ല, ബട്ട് ദെയർ എൻവയൺമെൻറ്റ് ഈസ് യൂഷ്വലി വിത്ത് ലെസ് വാട്ടർ. മോയ്സ്ചറൊക്കെ കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൂടുതൽ സ്വെറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് വാട്ടർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ദേ ട്രൈ ടു ഈറ്റ് മോർ മോയ്സ്റ്റ് ഫുഡ്. കിട്ടുന്ന സമയത്തൊക്കെ വെള്ളം കുടിക്കാനുള്ള ശ്രമമാണ് ഇൻടേക്ക് ത്രൂ ഫുഡ്. ഓക്കെ, ഫുഡ് അല്ലെങ്കിൽ ആസ് വാട്ടർ. അല്ലാതെ വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ചില ഓർഗാനിസംസ് ഹാവ് മെറ്റബോളിക് വാട്ടർ. പല റിയാക്ഷൻസ് നടന്നിട്ട് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന വാട്ടർ, അതാണ് മെറ്റബോളിക് വാട്ടർ എന്ന് പറയുന്നത്. H2O, ഇൻ ദ ഫോം ഓഫ് H2O. ദേ ഗെറ്റ് വാട്ടർ ഫ്രം വേരിയസ് റിയാക്ഷൻസ്. പല റിയാക്ഷൻ്റെ ഇടയിൽ ദർ ഇസ് ഡീഹൈഡ്രേഷൻ ആൻഡ് ഹൈഡ്രേഷൻ ഒക്കെ പ്രോസസ് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അങ്ങനത്തെ വരുന്ന വാട്ടറിനെ വിളിക്കുന്ന പേരാണ് മെറ്റബോളിക് വാട്ടർ. ഡെസേർട്ട് ആനിമൽസ് ആണെങ്കിൽ ദേ ഹാവ് മെനി അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ബിഹേവിയറൽ ഫീച്ചേഴ്സ്. പലതരം അനാറ്റമിക്കൽ അഡാപ്റ്റേഷൻസ്. അപ്പോൾ ഡെസേർട്ട് ആനിമൽസ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഒട്ടക വരുന്നത്. അപ്പോൾ ഒട്ടകത്തിന് ഉണ്ടാകുന്ന ഓൾമോസ്റ്റ് അഡാപ്റ്റേഷൻസ് എല്ലാം നിങ്ങളൊന്ന് ഓർത്തെടുക്കുക. അപ്പോൾ അതുപോലെ കോമൺ ആയിട്ട് ഡെസേർട്ട് പ്ലാന്റ്സിൻ്റെ അഡാപ്റ്റേഷൻ നിങ്ങൾക്ക് അറിയാം. പലതും നിങ്ങൾ തന്നെ ബോട്ടണിയിലൊക്കെ പഠിച്ചതാണ്. ദേ വിൽ ഹാവ് ലീഫൊക്കെ റിഡ്യൂസ് ചെയ്ത് സ്റ്റെംസ് എല്ലാം വളരെ സക്കുലൻ്റ് ആവുന്ന ഒരു കണ്ടീഷൻ. ദെൻ ദേ ഹാവ് ക്യൂട്ടിക്കൽ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും പുറത്ത്.
അല്ലേ? ടൈറ്റ്നസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യൂട്ടിക്കൽ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും ഇവാപ്രേഷൻ തടയാൻ വേണ്ടിയിട്ട്. സ്റ്റൊമാറ്റോ എല്ലാം ചെറുതായിട്ടുണ്ടാവും, ലീഫ് എല്ലാം റിഡ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. ഫോട്ടോസിന്തസിൻ്റെ ഫംഗ്ഷൻ വിൽ ബി ആക്ച്വലി ടേക്കൺ അപ്പ് ബൈ ദി ഷൂട്ട്. ഓക്കെ, സാക്കുലൻ്റ് ആയിട്ടുള്ള ഷൂട്ട്സ് ഉണ്ടാവും, കാക്ടസ് ഒക്കെ പോലെ. അപ്പം അങ്ങനത്തെ അഡാപ്റ്റേഷൻസ് എല്ലാം ഇവിടെയും ആനിമൽസിലും നിങ്ങൾക്ക് കാണാൻ പറ്റും, പലതരം അഡാപ്റ്റേഷൻ. അതുപോലെ ബിഹേവിയറൽ ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് കാണാം. ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞ ഡെസേർട്സിലെല്ലാം ആനിമൽസ് ആർ യൂഷ്വലി ആക്റ്റീവ് ഡ്യൂറിങ് നൈറ്റ് സമയത്താകുമ്പോൾ കൂളാണ്, എൻവയറമെൻ്റ് എല്ലാം കൂളാണ്. സണ്ണ് സെറ്റ് ചെയ്തതിന് ശേഷം എൻവയറമെൻറ്റ് കൂളായതുകൊണ്ട് അവർ ലൈഫ് സ്റ്റൈൽ മിക്കവാറും നൊക്ടേണലായിരിക്കും. അവിടെയുള്ള റാറ്റ്സ്, സ്നേക്സ് ഇതെല്ലാം നൊക്ടേണലായിട്ട് വരുന്നത് കാണാൻ പറ്റും. Osmoregulators must expend energy to maintain osmosis. Osmoregulators ആണ് മിക്കവാറും ലാൻഡ് ആനിമൽസ് എല്ലാം. സോ they will have to spend ATP to maintain this. ഓക്കെ, ഇവിടെ ഒരു കമ്പാരിസണാണ് കൊടുത്തിരിക്കുന്നത് ഈ ചാർട്ടിനകത്ത്. കങ്കാരു റാറ്റാണ്, ഡെസേർട്ടിൽ കാണുന്ന കങ്കാരു റാറ്റാണ്. ഇറ്റ് ആക്ച്വലി റിക്വയർസ് 2 ml ഓഫ് വാട്ടർ പെർ ഡേ. കങ്കാരു റാറ്റ് വളരെ ചെറിയ ഓർഗാൻസ് ആയിട്ട്, വളരെ വെയിറ്റ് ഒക്കെ വളരെ കുറഞ്ഞ 2 ഗ്രാം മുതൽ 5 ഗ്രാം ഒക്കെ വരുന്ന ഒരു ഓർഗാനിസം മാത്രമാണത്. ഓക്കെ, സോ അതിൻ്റെ വെള്ളം ഇറ്റ് ആക്ച്വലി ഗെറ്റ്സ് ഒൺലി 2 ml വെള്ളമാണ് അതിന് വേണ്ടത്. 2 ml 0.2 മാത്രമാണ് ഫുഡിൽ നിന്ന് കിട്ടുന്നത്. ബാക്കി, അതായത് കുടിക്കുന്ന വെള്ളം അങ്ങനെ എന്തെങ്കിലും, ബാക്കിയെല്ലാം ഇറ്റ് ഈസ് ആക്ച്വലി ഡിറൈവ്ഡ് ഫ്രം മെറ്റബോളിക് വാട്ടർ എന്ന് പറഞ്ഞതാണ്. നമ്മുടെ കേസിലാണെങ്കിൽ നമ്മൾ ഫുഡിൽ നിന്ന് ആണ് മാക്സിമം വാട്ടർ എടുക്കുന്നത്, പ്ലസ് നമ്മൾ ആക്ച്വലി ലിക്വിഡായിട്ട് തന്നെ ആണ് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ മാക്സിമം ഫുഡ് ആൻഡ് ലിക്വിഡായിട്ടാണ് നമ്മൾ വാട്ടർ ഡ്രൈവ് ചെയ്യുന്നത്. മെറ്റബോളിക് ആയിട്ട് വളരെ 250 ml ആണ്. അപ്പോൾ 2.5 ml ആണ് നമുക്ക് ഒരു ദിവസം, 2.5 ലിറ്ററാണ് ഒരു ദിവസം നമുക്ക് വെള്ളം വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ 1/4 ലിറ്റർ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ മെറ്റബോളിക് വാട്ടറിന് എടുക്കുന്നത്. എന്നാൽ കങ്കാരു റാറ്റ് അങ്ങനെയല്ല, മാക്സിമം ഓൾമോസ്റ്റ് 80-85% വാട്ടർ ആക്ച്വലി കംസ് ഫ്രം മെറ്റബോളിക് പ്രോഡക്ട്സ് എന്നാണ്. അപ്പോൾ വെള്ളം ലൈഫിൽ കുടിക്കുന്നത് തന്നെ വളരെ കുറവാണ്, ലിക്വിഡായിട്ട്. പിന്നെ കിട്ടുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഫുഡിൽ നിന്നാണ്. ഫുഡ് തന്നെ മിക്കവാറും ഡ്രൈ ഫുഡാണ് ഇത് മിക്കവാറും കഴിക്കുന്നത്. അപ്പോൾ അതിന് മാക്സിമം വാട്ടർ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഈസ് ഫ്രം ദി മെറ്റബോളിക്. പ്ലസ് അതിൻ്റെ എക്സ്ക്രീഷൻ നോക്കുകയാണെങ്കിൽ വെള്ളം ഇവാപ്രേഷൻ വഴിയാണ് മാക്സിമം പോകുന്നത്. യൂറിൻ ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. അതുപോലെ ഫീക്കൽ മാറ്ററും വളരെ കോൺസെൻട്രേറ്റഡ് വെള്ളം കൺസേർവ് ചെയ്യുന്ന രീതിയിലാണ്. ഇവാപ്രേഷനാണ് അതിൻ്റെ മാക്സിമം പ്രോബ്ലം. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓർഗാനിസം മിക്കവാറും നൊക്ടേണലായിരിക്കും. അപ്പോൾ രാത്രി കാലങ്ങളിലാണ് വരിക ഇവാപ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കേസിൽ ഏറ്റവും കൂടുതൽ വെള്ളം നമ്മുടെ ബോഡി നഷ്ടപ്പെടുന്ന യൂറിനാണ്. നമ്മൾ കുടിക്കുന്നതിൻ്റെ 2 ലിറ്റർ ഒരു ദിവസം കുടിക്കുന്നുണ്ടെങ്കിൽ ആവറേജ് ആണ്. ഇറ്റ് മേ വേരി ഫ്രം 1.5 to 2.5. ഓക്കെ, അങ്ങനെ വരാറുണ്ട്. 3 ലിറ്റേഴ്സ് ഒക്കെ വരാറുണ്ട്. എനിവേ മാക്സിമം നമ്മൾ കളയുന്നത് യൂറിൻ ത്രൂ യൂറിൻ. ഇപ്പോൾ ഡൈലൂട്ട് ആയിട്ടുള്ള യൂറിൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കാരണം നമുക്ക് വെള്ളം ആവശ്യത്തിന് കിട്ടുന്നതുകൊണ്ടാണ്. ദെൻ ഫീസസിൽ വളരെ കുറച്ച് വെള്ളമേ പോകുന്നുള്ളൂ. ദെൻ ഇവാപറേഷൻ. ഓക്കെ, ആ ഒരു കമ്പാരിസൺ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെറ്റബോളിക് വാട്ടർ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസംസ് ഉണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. പിന്നെ അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ആണ് ഒട്ടകത്തിലൊക്കെ കാണുന്ന പോലെ. സോ ദേ ഹാവ് എ ഫർ ഉണ്ടാവും, അവരുടെ ഇവാപറേഷനൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ബോഡിയിൽ നിന്ന്. ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് കാണിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഫറുമായിട്ടുള്ള ഫർ ക്ലിപ്പ് ചെയ്തതിന് ശേഷം എത്ര ഇവാപറേഷൻ ലോസ് ആണല്ലോ. അപ്പോൾ ഫർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഓർഗാനിസത്തിൽ. ഫർ ഉള്ളതും ഫർ ഇല്ലാത്തതുമായിട്ട് ഓർഗാനിസത്തിൻ്റെ കമ്പാരിസൺ ആണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഓക്കെ, എത്ര വാട്ടർ ലോസ് ആണെന്നുള്ളത്. അപ്പോൾ ഫർ ഇല്ലാത്തൊരു സമയത്ത് വാട്ടർ ലോസ് മാക്സിമം ആണ് അവർക്ക്. ഓക്കെ, അപ്പോൾ ഫർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇവരുടെ പുറത്തുള്ള രോമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ വെനെവർ ദേ ഗെറ്റ് വാട്ടർ ദേ മാക്സിമം വെള്ളം കുടിക്കും. ഓക്കെ, ലിറ്റേഴ്സ് ഓഫ് വെള്ളം തന്നെ, ഒരു ടാങ്ക് തന്നെ കാലിയാക്കാനുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ട്. മാക്സിമം കിട്ടുന്ന സമയത്ത് മാക്സിമം കുടിക്കുന്ന രീതിയിലാണ് ഈ ഓർഗാനിസംസ് വർക്ക് ചെയ്യുന്നത്. സോ ലാൻഡ് ആനിമൽസ് ഫേസ് ചെയ്യുന്നത് ഡ്രൈയിങ് അപ്പാണ് മാക്സിമം. ഓക്കെ, ബിക്കോസ് വെള്ളം വളരെ കുറവായിട്ടുള്ള എൻവയൺമെൻറ്റ് ആയതുകൊണ്ട് ദേ വിൽ ഇവാപറേഷൻ വഴി വാട്ടർ അവരുടെ ബോഡിയിൽ ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ആണ് ലാൻഡ് ആനിമൽസിൽ കാണാറ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അഡാപ്റ്റേഷൻസ് ഓഫ് ഡെസേർട്ട് ആനിമൽസ്, ക്യാമൽ പോലത്തെ ഡെസേർട്ട് ആനിമൽസ് ചോദിക്കുന്നതാണ്, ആനിമൽസ് അല്ലെങ്കിൽ പ്ലാന്റ്സ്. ഓക്കെ, സാധാരണ കാണുന്ന ടൈപ്പ് അഡാപ്റ്റേഷൻസിൽ ഒന്നാണ് ഈ വാക്സി ലെയർ ഓഫ് ഇൻസെക്ട്സിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഹാർഡായിട്ടുള്ള എക്സോസ്കെൽറ്റൻ ഉണ്ടാവും. ഇൻസെക്ട്സിലൊക്കെ ആണെങ്കിൽ ദേ വിൽ ഹാവ് ഹാർഡ് എക്സോസ്കെൽറ്റൻ. അപ്പോൾ കൈറ്റ്നസ് എക്സോസ്കെൽറ്റൻ, അപ്പോൾ ഇവാപറേഷൻ അവർക്ക് തടയാൻ പറ്റും. സ്നെയിൽസിലൊക്കെ ആണെങ്കിൽ അവരുടെ ഷെൽ, അപ്പോൾ അവർ ഡ്രൈ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന സമയത്ത് ദേ ആക്ച്വലി സ്റ്റേ ഇൻസൈഡ് ദെയർ ഷെൽ, സ്നെയിൽ. ഓക്കെ, ഒച്ചുകളൊക്കെ. അപ്പോൾ അതിനകത്ത് അത് ഒരു മോയ്സ്ചർ ആയിട്ടുള്ള എൻവയൺമെൻറ്റ് അവരുടെ ബോഡിയിൽ കവർ ചെയ്ത് കാണാൻ പറ്റും.
ദെൻ ലേയേഴ്സ് ഓഫ് ഡെഡ് കെരാറ്റിൻ സ്കിന്നിൻ്റെ പുറത്ത് ഫോർ റെപ്റ്റൈൽസ് ഒക്കെ ആണെങ്കിൽ കെരാറ്റിനൈസ്ഡ് ആയിട്ടുള്ള സ്കിന്ന് അങ്ങനത്തതെല്ലാം ഇവാപറേഷനെ പ്രിവെൻറ്റ് ചെയ്യും. ദെൻ ബിഹേവിയറൽ ആയിട്ടുള്ള അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ട് ദേ വിൽ ഗോ ഫോർ നൊക്ടേണൽ, ഡയോണലും നൊക്ടേണലും. ഡയോണൽ എന്ന് പറഞ്ഞാൽ രാവിലെ ആക്റ്റീവ് ആവുന്നു, നൊക്ടേണൽ രാത്രി. മിക്കവാറും ആനിമൽസ് ആർ നൊക്ടേണൽ ആയിട്ട് ആക്റ്റീവ് ആവുന്ന രീതിയിലാണ്. റാറ്റ്സ്, ഡെസേർട്ട് റാറ്റ്സ്, അതുപോലെ സ്നേക്സ്, ഇതെല്ലാം സാധാരണ രാത്രി കാലങ്ങളിലാണ് ആക്റ്റീവ് ആവുന്നത്. ഡ്രിങ്കിങ് ആൻഡ് ഈറ്റിംഗ് മോയ്സ്റ്റ് ഫുഡ്, എപ്പോഴെങ്കിലും ഫുഡ് കിട്ടുന്നതാണെങ്കിൽ ദേ ട്രൈ ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക് മോയ്സ്റ്റ് ഫുഡ് ആൻഡ് യൂസിങ് മെറ്റബോളിക് വാട്ടർ. ഫോർ എക്സാമ്പിൾ കെങ്കാരു റാറ്റ് പോലത്തെ ഓർഗാനിസംസ് ഒക്കെ ആണെങ്കിൽ ദേ മോർലി ഡിപ്പെൻഡ് ഓൺ ദി മെറ്റബോളിക് വാട്ടർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. തൽക്കാലം ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഡിസ്കഷൻ ഫോറത്തിലോ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.